നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ജാമ്യം ലഭിച്ചു. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എളമക്കര പോലീസ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ സനൽകുമാറിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയായിരുന്നു. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാനി, അപകീർത്തികരമായ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതുൾപ്പെടെയായിരുന്നു പരാതിയുടെ ഉള്ളടക്കം. ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? മുംബൈയിലെത്തിയ സനൽകുമാർ ശശിധരൻ, വിദേശത്ത് നിന്ന് മുംബൈയിലെത്തിയ സനൽകുമാറിനെ പോലീസ് അവിടെ വെച്ച് ലുക്കൌട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. പിന്നീടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എളമക്കര പോലീസിലെ ഈ വിവരം അറിയിക്കുകയും ഇവിടെ നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടി കൊച്ചിയിലെത്തിച്ചു. ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് താൻ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല, ഈ നടിയുടെ ആരോപണങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസ് കേസെടുത്തിരുന്നു. അതിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. ഇന്നലെ രാത്രി തന്നെയും സനൽകുമാറിനെ ഇവിടെ മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയിരുന്നു. സ്വന്തം നിലയിൽ തന്നെയാണ് സനൽകുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ആലുവ മജിസ്ട്രേറ്റ് കോടതി ആ ജാമ്യ ഉത്തരവ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് കൂടിയുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് നിലവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. നേരത്തെ ഇതേ പരാതി തന്നെ സമാനമായ രീതിയിൽ തന്നെ ഒരു വർഷം മുൻപ് ഉയർന്നിരുന്നതാണ്. അന്നും ഈ കേസിൽ ജാമ്യം നേടിയിരുന്നു. ആ ജാമ്യ വ്യവസ്ഥകളുടെ കൂടി ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പുതിയ പരാതിയിലേക്ക് വന്നത്. ഏതായാലും ആ പരാതിയിലാണ് ഇപ്പോൾ തുടർ നടപടികൾ ഉണ്ടാവുകയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇന്ന് ആ ജാമ്യം എക്സിക്യൂട്ട് ചെയ്യും. ആലുവ മജിസ്ട്രേറ്റ് കോടതിയാണ് തുടർ നടപടികൾ തീരുമാനിക്കുക. അഭിലാഷ്. യെസ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനിപ്പോൾ നൽകിയത്.